ദില്ലിയിലും ദില്ലിയുടെ ബോർഡറുകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദില്ലി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയാണ് അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ ബോർഡറുകൾ ഉത്തർപ്രദേശ് സർക്കാരും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദില്ലി ബോർഡറുകളിൽ ആയ സിംഗു ബോർഡർ, ഇവിടെയാണ് കഴിഞ്ഞ തവണ കർഷക സമരം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായതും അഴിഞ്ഞാട്ടം നടന്നതും സിംഗു ബോർഡറായിരുന്നു. പാത പൂർണ്ണമായി അടച്ചുകൊണ്ട് മാസങ്ങളോളം നടത്തിയ സമരം ഇവിടെയായിരുന്നു. ഈ സിംഗു ബോർഡറിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടിക്രി ബോർഡറിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസിപൂർ ബോർഡറിലും 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 144 മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ കടന്നു വരുന്ന വഴികളിലെല്ലാം 144 പ്രഖ്യാപിക്കുമായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ദില്ലിയിൽ ഈ മാർച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ തടയപ്പെടുക തന്നെ ചെയ്യും. അതൊരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും നൽകുന്നത്. കാരണം ഇവർ എത്തുന്നത് വെറുതെയല്ല. ഈ ബാരിക്കേഡുകൾ പൊളിക്കാനുള്ള ട്രാക്ടറുകൾ, ഒപ്പം തന്നെ കല്ല്, വടിയ, വാള് തുടങ്ങിയവയുമായിട്ടൊക്കെ എത്തുന്നുണ്ട്. ഏതായാലും 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദില്ലി ബോർഡറുകളിലെല്ലാം തന്നെ ദില്ലിയിലേക്ക് കടത്തിവിടില്ല എന്ന് ദില്ലി പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു കാരണവശാലും ദില്ലിയിലേക്ക് കടത്തിവിടില്ല എന്ന് മറ്റൊരു വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വരുന്നുണ്ട്. ഇതിലെ ചില നേതാക്കന്മാരെ നാളെ കേന്ദ്രമന്ത്രിമാർ കണ്ടേക്കുമെന്നൊരു സൂചന കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ വരുന്ന മാർച്ചിന് പോലീസ് തടയുകയും അവരുടെ ചില നേതാക്കന്മാരെ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യുമായിരിക്കും എന്ന് ഉള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഏതായാലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കർഷക സംഘടനകൾ തന്നെ പറയുന്നു 200ഓളം സംഘടനകളുണ്ട്. ഇവർക്കൊരു ഐക്യമുള്ള സംഘടനകളല്ല. പല സംഘടനകൾക്കും പല ലക്ഷ്യങ്ങളാണുള്ളത്. ചില സംഘടനകൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, ചില സംഘടനകൾ പറയുന്നു സമാധാനപരമായിട്ടാണ്. അതായത് ഒരു ഐക്യമില്ലാതെ വരുന്ന ഒരു വലിയ ആൾക്കൂട്ടം അവരെങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് നാളെ ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.